ഓം ശാന്തി. ദ ലൈറ്റ് ജ്യോതി മണ്ഡലകാല തീർത്ഥാടനത്തിൻ്റെ മൂന്നാമത്തെ ചുവടിലേക്കാണ് ഇന്ന് നമ്മളെത്തിയിരിക്കുന്നത്. രാവിലെ ശരണം വിളിച്ചുകൊണ്ട് എല്ലാ അയ്യപ്പന്മാരും കുളി കഴിഞ്ഞാൽ ആദ്യം കുറി തൊടുകയാണ് ചെയ്യുക. കുറിക്ക് തിലകത്തിന് വളരെ പ്രാധാന്യമാണ്. എങ്ങനെയാണോ മുദ്രമാല കറുപ്പുമുണ്ട് ഒരടയാളമായിരിക്കുന്നത്, അതുപോലെ ഒരു അയ്യപ്പസ്വാമിയുടെ നെറ്റിത്തടത്തിൽ കൈകാലുകളിലെല്ലാം നമുക്ക് കുറി കാണാം. ഒന്നുകിൽ ഭസ്മക്കുറി അല്ലെങ്കിൽ ചന്ദനക്കുറി. ഭക്തൻ്റെ ഒരു അടയാളം തന്നെയാണ് ഈ ചന്ദനക്കുറി, അല്ലേ? അപ്പം നമ്മൾ ചന്ദനക്കുറി ഇട്ട് രാവിലെ ഇറങ്ങും. കുറച്ച് കഴിഞ്ഞ് ഒരു പക്ഷേ വിയർക്കുമ്പോൾ ആ കുറി മാഞ്ഞു പോകാം, അല്ലെങ്കിൽ മുഖം കഴുകുമ്പോൾ പോകാം. പക്ഷേ നമ്മൾ ഈ തിലകം തൊടുന്നത്, ഈ തിലകം എന്തിൻ്റെ അടയാളമാണ്? മായാതെ നമ്മൾ ധരിക്കേണ്ട തിലകം നമ്മുടെ അവബോധമാണ്. ബോധത്തിൽ ഉണർന്നിരിക്കണം നമ്മളെല്ലാം. ബോധം കൊണ്ടുള്ള ആ പൊട്ട് തിലകം എപ്പോഴും നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഏത് ബോധം? ഭഗവാൻ പറയുന്നത് ഈ ദേഹം ദഹിക്കുന്നതാണ്, അതാണ് ഭസ്മക്കുറി. ഭസ്മമാകുന്നതാണ് ഈ ശരീരം. ഇതിനൊരു സെക്കൻഡിൻ്റെ പോലും ഗ്യാരണ്ടി ഇല്ല. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇത് മണ്ണാണ്, മണ്ണോട് ചേർന്ന് പോകുകയും ചെയ്യും. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ കുങ്കുമപ്പൊട്ട് തൊടുന്നത്. മണ്ണിൻ്റെ നിറവും ചുവപ്പ് കളറാണല്ലോ. അപ്പോൾ ഈ ദേഹം മണ്ണാണത് മണ്ണാകും. ഈ ദേഹം ദഹിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഈ ദഹിക്കുന്ന ദേഹമല്ല, ഞാൻ അനശ്വരമായ ശീതളമായ ആത്മസ്വരൂപമാണ്. അതുകൊണ്ടാണ് ചന്ദനപ്പൊട്ട് നമ്മൾ തൊടുന്നത്. ചന്ദനത്തിൻ്റെ ശീതളത പോലെ നമ്മൾ ഓരോരുത്തരും അനശ്വരമായ ആത്മീയ ചൈതന്യമാണ്. ഈ ഒരു അവബോധമാണ് നമുക്കെല്ലാവർക്കും ഉള്ളിൽ സദാ ഉണ്ടാകേണ്ടത്. ഞാൻ ആരാണ്? ഹൂ ആമായി? ഞാൻ ഈ വാക്കാണ് നമ്മൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുമ്പോഴെല്ലാം നമുക്ക് ഞാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന നമ്മുടെ ഈ മുഖം നമ്മുടെ ഈ ശരീരത്തിൻ്റെ രൂപമാണ്. ഒന്നുകിൽ സ്ത്രീബോധം അല്ലെങ്കിൽ പുരുഷബോധം, ലിംഗബോധം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഹിന്ദു, മുസൽമാൻ, നമ്മുടെ ജാതി മതബോധം ഉണ്ടാക്കും, അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇന്ത്യക്കാരൻ, അമേരിക്കക്കാരൻ, അല്ലെങ്കിൽ തമിഴൻ, മലയാളി, രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെയോ ഭാഷയുടെയൊക്കെ ബോധം വരും. അപ്പം ജാതി, മത, സ്ത്രീ, പുരുഷ, പ്രായ ഭേദങ്ങളെല്ലാം കേവലം ഈ ശരീരമാകുന്ന വസ്ത്രത്തിൻ്റെ മാത്രമാണ്. പക്ഷേ നമ്മൾ ഈ നശിക്കുന്ന ദേഹമല്ല, ഞാൻ അനശ്വര ചേതന ആത്മചൈതന്യമാണ്. എവിടെയെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ആള് പോയി. പോകുന്നത് എന്താ? ശരീരത്തിൽ നിന്ന് ആത്മാവ്, അല്ലേ? ആള് പോയി. അപ്പോൾ ആളാരായിരുന്നു? പോയത് ആത്മാവാണ്. അപ്പോൾ ആരാൾ? ആത്മാവാണ് ആൾ. ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുകയാണ് ആത്മാവ്. ആത്മാവിനെ കാണാൻ പറ്റില്ല. കാണുന്നത് പുറമേയുള്ള ശരീരത്തെയാണ്. കാരണം ആത്മാവ് ഒരു അതിസൂക്ഷ്മ പ്രകാശമാണ്. അപ്പം കാണാൻ കഴിയാത്ത ആത്മജ്യോതിയെ, ആ ലൈറ്റിനെ, ആത്മാവാകുന്ന സ്പിരിച്വൽ ലൈറ്റിനെ കാണാത്തതിനെ കാണിക്കാൻ, ഓർമ്മിപ്പിക്കാനാണ് നമ്മളിവിടെ തിലകം ചാർത്തുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് അയ്യപ്പന്മാർ ഓരോരുത്തരും കുറിയിടുമ്പോൾ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കുറിയോ പൊട്ടോ എന്തെങ്കിലും ഒന്ന് തൊടാറുണ്ടല്ലോ. ഇനി കുറിയും പൊട്ടും ഒന്നും തൊട്ടില്ലെങ്കിലും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ കണ്ണ് തുറക്കുമ്പോഴേ നമുക്ക് എല്ലാ ദിവസവും ഈ ശ്രേഷ്ഠ സ്മൃതി ഉണ്ടാകണം. ഞാൻ ആരാണ്? ഞാനൊരാത്മചൈതന്യമാണ്. ഈ ദേഹം അല്ല, ഈ ശരീരമാകുന്ന വാഹനത്തെ നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ് ഞാൻ. ചിന്തിക്കുന്നത് ഞാനാണ്, തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനാണ്.
അപ്പോൾ കണ്ണ് തുറന്ന് ഞാൻ എന്ത് ചിന്തിക്കണം? ആദ്യം എന്ത് ചിന്തിക്കണം? സുപ്രഭാതം ഈശ്വരനോട് പറയണം ആദ്യം. കാരണം ഞാൻ ആത്മസ്വരൂപമാണ്. ആത്മസ്വരൂപമായ എനിക്ക് അച്ഛനും അമ്മയും സർവ്വബന്ധവും, എൻ്റെ ഏറ്റവും വലിയ ബോസ്, എൻ്റെ ഏറ്റവും വലിയ ആൾ, എനിക്ക് നമസ്കാരം പറയേണ്ട, വന്ദനം പറയേണ്ട ആൾ ആ പരമാത്മാവാണ്, ആ പരമപ്രകാശമാണ്, പരമജ്യോതിയാണ്. അതുകൊണ്ട് ആത്മജ്യോതി കണ്ണ് തുറക്കുമ്പോൾ തന്നെ ആദ്യത്തെ സങ്കല്പം നമുക്ക് വരേണ്ടത് സുപ്രഭാതം ഈശ്വരനോട് പറയാം. ഗുഡ് മോർണിംഗ് നമുക്ക് ഭഗവാനോടാണ് ആദ്യം പറയേണ്ടത്. പക്ഷെ ഈശ്വരനോട് നമുക്ക് ഗുഡ് മോർണിംഗ്, സുപ്രഭാതം പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഞാൻ ആരാണെന്നുള്ള ഓർമ്മ വേണം. ഞാനൊരാത്മചൈതന്യമാണ്. രണ്ടാമത്തത്, നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും, വീട്ടിലുള്ളവരാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും സർവ്വബന്ധുക്കളാണെങ്കിലും മിത്രങ്ങളാണെങ്കിലും, ഇനി നമ്മളോട് ഒരു ബന്ധവും ഇല്ലാത്ത ഈ വിശ്വമാകുന്ന നാടകശാലയിൽ എത്ര മനുഷ്യരുണ്ടോ, 850 കോടി ജനങ്ങളും എല്ലാ ശരീരത്തിനുള്ളിലിരിക്കുന്നത് ആത്മചൈതന്യമാണ്. ആത്മാവ് ഒരു പ്രകാശമാണ്, നക്ഷത്രം പോലൊരു വെളിച്ചമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് പേരിട്ടിരിക്കുന്നത് ദ ലൈറ്റ്. ഞാൻ ആ ജ്യോതിയാണ്, ആത്മജ്യോതിയാണെന്ന് സ്മൃതി നമുക്ക് ഉണരണം. അതുകൊണ്ടാണ് വീടുകളിൽ നമ്മൾ എഴുന്നേറ്റ് രാവിലെ നമ്മളോട് വിളക്ക് വയ്ക്കാൻ പറയണം. ആദ്യം ശരീരമാകുന്ന വിളക്കിൽ ആത്മാവാകുന്ന ദീപമാണ് ഞാനെന്ന് ബോധം നമുക്കുണ്ടാവണം. എന്താ ഈ ആത്മബോധത്തിൻ്റെ ആവശ്യകത? ആത്മബോധം ഉണ്ടെങ്കിൽ നമുക്കൊരു സോൾ കോൺഷ്യസ് ലിവിങ്, ആത്മബോധത്തിൽ നമ്മൾ ജീവിക്കുള്ളൂ. ഇപ്പം നമ്മൾ ശരീരമാണെന്ന ബോധത്തിലാണ് ജീവിക്കണേ. അതുകൊണ്ടാണ് ഇരുട്ട്. എന്തിരുട്ട്? അജ്ഞതയുടെ അന്ധകാരം. എന്തജ്ഞത? ഞാൻ ആരാണ്, എൻ്റെ കൂടെയുള്ളവരാരാണെന്നുള്ള തിരിച്ചറിവിൻ്റെ വെളിച്ചമില്ല. അതുകൊണ്ട് വിവേകശൂന്യമായ പെരുമാറ്റം, ശനിദോഷത്തിൻ്റെ എല്ലാം കാരണം അതാണ്. ഞാനൊരു ആത്മസ്വരൂപമാണെന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ളവരെല്ലാവരും എൻ്റെ തന്നെ ആത്മസഹോദരങ്ങളാണ്. അപ്പോൾ ഓരോരുത്തരുടെയും നെറ്റിത്തടത്തിൽ തിലകം കാണുമ്പോൾ, പൊട്ട് കാണുമ്പോൾ, ഇനി പൊട്ടിട്ടില്ലെങ്കിലും, പൊട്ടിടാത്ത ആളാണെങ്കിലും, തിലകം ഇട്ടിട്ടില്ലെങ്കിലും, നമുക്കാരെ കാണുമ്പോഴും ഓർമ്മയുണ്ടാകണം, ഞാൻ കാണുന്നത്, ഞാൻ വ്യവഹരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് ഒരാത്മചൈതന്യത്തോടാണ്. ഇതും എൻ്റെ സഹോദരാത്മാവ്. ശരീരം കൊണ്ട് മാത്രമേ നമുക്ക് രക്തബന്ധം അല്ലെങ്കിൽ മിത്രബന്ധം ഇല്ലെങ്കിൽ ഒരു ശാരീരിക ബന്ധവും ബന്ധുക്കളും ഒന്നും അല്ലെങ്കിലും ഈ ഭൂമിയാകുന്ന തറവാട്ടിലുള്ളവരെല്ലാവരും എൻ്റെ ആത്മബന്ധുക്കളാണ്. എല്ലാ ശരീരത്തിലും എല്ലാ ഭ്രൂമധ്യത്തിലും ശിരസിനുള്ളിൽ പ്രകാശിക്കുന്ന ഒരു ആത്മദീപമാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ആത്മബന്ധുക്കളാണ്. കാരണം നമ്മളെല്ലാവരും ആത്മരൂപങ്ങളും പരമാത്മാവിൻ്റെ മക്കളാണ്. അപ്പോൾ ആരെ കണ്ടാലും ഇന്നു മുതൽ നമുക്കൊരു പുതിയ ദൃഷ്ടികോൺ, നമ്മളൊരു പുതിയ കണ്ണട വയ്ക്കുകയാണ്. മൂന്നാം കണ്ണ് തുറന്ന് ആത്മബോധത്തിലിരിക്കാനും ആത്മബോധത്തിൽ കാണാനും ആത്മബോധത്തിൽ ദർശിക്കാനും. അതുകൊണ്ടാണ് നമ്മൾ അയ്യപ്പനായി മാലയിട്ട് കഴിഞ്ഞാൽ ആര് സംസാരിക്കുമ്പോൾ സ്വാമി ശരണം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പോൾ ആരെയെ കാണുന്നത്? സ്വാമിയെ ദർശിക്കുകയാണ്. സ്വാമിയാണ് ദർശിക്കണേ. ഈ കാണുന്ന രൂപം, ഈ ശരീരത്തെ അല്ല പിന്നെ നമ്മൾ കാണുന്നത്. പുതിയൊരു കണ്ണട വയ്ക്കുകയാണ്. ആ പുതിയ കണ്ണട അകക്കണ്ണുകൊണ്ട് കാണാനുള്ള കണ്ണടയാണ്. അപ്പോൾ തുറക്കേണ്ടത് അകക്കണ്ണാണ്. മൂന്നാം കണ്ണിലൂടെ നമ്മൾ ഇന്ന് മുതൽ കാണുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ ചുവട് ഏതാണ്? നമ്മൾ സ്വാമിയുടെ അടുത്ത് ദർശനത്തിന് പോകുമ്പോൾ അങ്ങനെയല്ലേ, സ്വാമിയെ ശരണം വിളിക്കുമ്പോൾ ശരണം വിളിച്ചുകൊണ്ട് അല്ലേ, 1-ാം പടി 2-ാം പടി പാട്ടുകളുണ്ടല്ലോ അല്ലേ. അപ്പോൾ 1-ാം പടി ചവിട്ടാൻ, 2-ാം പടി ചവിട്ടാൻ. ഇന്ന് നമ്മൾ 3-ാമത്തെ പടിയിലാണ് എത്തി നിൽക്കുന്നത്. 3-ാമത്തെ പടിയിൽ എത്തി നിൽക്കുന്ന നമുക്ക് ഇന്നത്തെ 3-ാമത്തെ ചുവട് ഏതാണ്? നമുക്ക് ആരെ കണ്ടാലും ആത്മദർശനം നടത്തണം. ഇതാണ് സുദർശനം, നല്ല ദർശനം, സ്വദർശനം. നമ്മൾ ഞാനൊരു ആത്മസ്വരൂപമാണെന്നും
പരമാത്മാവിൻ്റെ കുട്ടിയാണെന്നും ഞാൻ ആരെ കാണുന്നു, ആരെ കണ്ടാലും ഈ കണ്ണുകൾ കൊണ്ട് കാണുന്ന ശരീരത്തിനുപരി, ശരീരമോ അവരുടെ സൗന്ദര്യമോ നിറമോ അവരുടെ ലിംഗമോ അവരുടെ ജോലിയോ പദവിയോ അതിനെല്ലാം ഉപരി, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ഒരു ജോലിക്കാരനാണെങ്കിലും, നമ്മൾ വഴിയിൽ കാണുന്ന ഒരാളാണെങ്കിലും, ഒരു ഗേറ്റ് കീപ്പറാണെങ്കിലും, ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാളിൽ നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുന്ന, സ്വബോധം നഷ്ടപ്പെട്ട് നടന്നു പോകുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം, ഇവരെല്ലാവരും ആരാണ്? എൻ്റെ ആത്മസഹോദരങ്ങളാണ്. വീട്ടിൽ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അത് ശാരീരിക ബന്ധമാണ്. പക്ഷെ അച്ഛനെ അമ്മയെ എല്ലാവരെയും കാണുമ്പോൾ ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും ഈ ഒരു ദർശനം, ആത്മദർശനം ആരംഭിക്കാം. ആരെ കണ്ടാലും ആത്മീയ ദൃഷ്ടികോണിൽ നോക്കാം, കാണാം. അപ്പോൾ നമ്മുടെ പെരുമാറ്റം, വാക്കുകൾ എല്ലാത്തിലും ഒരു നിയന്ത്രണം ഉണ്ടാകും. കാരണം നിയന്ത്രണം വിട്ട ജീവിതമാണല്ലോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കണേ. വാക്കുകൾ സ്ലിപ്പാകുക, പെരുമാറ്റം മോശമാക്കുക. ഈ ശനിദോഷത്തിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ ആത്മാവാകുന്ന ഈ രാജാവാണ് ഞാൻ, ഈ ശരീരം എൻ്റെ രാജ്യമാണ്, ആത്മാവായ എനിക്ക് രാജാവിനെ പോലെ നിയന്ത്രണം ഈ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ വരും. അതിനെയാണ് പറയുന്നത് യോഗി ജീവിതം, യോഗ്യമായൊരു ജീവിതം, രാജയോഗി ജീവിതം. ആത്മാവ് രാജാവിനെ പോലെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നിയന്ത്രണമുള്ള ഒരു ജീവിതം. കാരണം കലിയുഗത്തിലെത്തിയപ്പോഴേക്ക് എന്തായി? സത്യത്രൈതൈകത്തിൽ നമുക്ക് ഈ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നു. ദ്വാപരയുഗം മുതൽ നമ്മൾ കറുപ്പ് പിടിക്കാൻ തുടങ്ങി, ശരീരബോധത്തിലേക്ക് വന്നു. ഈ മൂന്നാമത്തെ കണ്ണടഞ്ഞ് ഈ ശരീരബോധത്തിൽ 2 കണ്ണുകൾ കൊണ്ട് മാത്രമായി നമ്മൾ നോക്കാനും കാണാനും തുടങ്ങി. അപ്പോഴേക്ക് എന്തായി? പതുക്കെ 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 നമ്മുടെ വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വന്നു. ശരീരബോധത്തിൽ ഇരുട്ട് കൂടി നമ്മുടെ ഈഗോ, ദുരഭിമാനം വർദ്ധിക്കാൻ തുടങ്ങി. കലിയുഗം എത്തിയപ്പോഴെന്തായി? പൂർണ്ണമായും 3-ാം കണ്ണടഞ്ഞുപോയി, പൂർണ്ണ ശരീരബോധത്തിലാണ്. അതുകൊണ്ടാണ് ഭോഗവിലാസ ജീവിതത്തിലേക്ക് മാത്രമായി നമ്മൾ തലകുത്തി വീണുപോയി. ഇപ്പോൾ കൽപ്പാന്തകാലമാണ്, സംക്രാന്തി സമയമാണ്, സംഗമയുഗമാണ്. അതുകൊണ്ട് ഈ മണ്ഡലകാലത്തിൽ നമുക്കെല്ലാവർക്കും ജ്യോതി തെളിയിക്കാനുള്ള സമയമാണ്. ഇന്ന് നമ്മൾ ഏത് ജ്യോതിയാണ് തെളിയിക്കണേ? ആത്മദീപം തെളിയിക്കാം. സ്വയം ആത്മാവാണെന്ന ബോധത്തിലേക്ക് ഉണരാം. നമ്മുടെ കൂടെ എല്ലാവരെയും സഹോദരാത്മാക്കളായിട്ട് കാണാം. ഇന്നു മുതൽ നമുക്ക് 3-ാമത്തെ ചുവട്, 3-ാമത്തെ പടിയിലേക്ക് കയറാം. സങ്കല്പെടുക്കൂ. രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ആദ്യ സങ്കല്പം ഞാൻ കൊണ്ടുവരും. ഞാൻ ഈ ശരീരമാകുന്ന വിളക്കിൽ തെളിയുന്ന ആത്മദീപമാണ്. ശരീരമാകുന്ന രാജ്യത്തിൻ്റെ രാജാവാണ്. ദേഹമാകുന്ന ക്ഷേത്രത്തിലെ ആത്മാവാകുന്ന മൂർത്തിയാണ് ഞാൻ. ശ്രദ്ധപൂർണമായും പുരികമധ്യത്തിൽ ശിരസിനുള്ളിൽ വജ്രം പോലെ തിളങ്ങുന്ന സത് ചിത് ആനന്ദസ്വരൂപത്തിലേക്ക് കേന്ദ്രീകരിക്കാം. ഞാൻ അനശ്വരമായ അവിനാശിയായ ഒരു ഊർജ്ജകണികയാണ്. ആത്മദീപമാണ് ഞാൻ. ആത്മജ്യോതിയായ എന്നിലെ വെളിച്ചം കൊണ്ടാണ് ശരീരമാകുന്ന ഈ വീട് മുഴുവൻ പ്രകാശിക്കുന്നത്. ഈ കണ്ണിലൂടെ കാണുന്നതും ഞാനാണ്, കാതിലൂടെ കേൾക്കുന്നതും ഞാൻ തന്നെയാണ്, വായിൽ കൂടി സംസാരിക്കുന്നതും ഞാനാണ്. ഞാൻ ചൈതന്യശക്തി, ജ്യോതിർബിന്ദു സ്വരൂപമാണ്.
കുടുംബത്തിലുള്ള എല്ലാവരെയും കൺമുന്നിലേക്ക് കൊണ്ടുവരൂ. എല്ലാവരുടെയും മുഖത്ത്, ഇരുപുരികങ്ങളുടെ മധ്യത്ത്, പൊട്ടുവയ്ക്കുന്ന സ്ഥാനത്ത്, ശിരസിനുള്ളിൽ പ്രകാശിക്കുന്ന ആത്മീയ ചൈതന്യത്തെ ദർശിക്കാം. അച്ഛനും ഒരു ആത്മസ്വരൂപമാണ്, അമ്മയും ഒരു ആത്മസ്വരൂപമാണ്. മകനും മകളും, ഹസ്ബൻഡും വൈഫും, അമ്മായിയമ്മയും മരുമകളും, എല്ലാവരും എൻ്റെ തന്നെ ആത്മബന്ധുക്കളുമാണ്. അയൽക്കാരെല്ലാം, നാട്ടുകാരെല്ലാം, അതിവിശാലമായ വിശ്വമാകുന്ന ഈ നാടകശാലയിൽ 850 കോടി ജനങ്ങളും എൻ്റെ ആത്മബന്ധുക്കളാണ്. ഈ മണ്ഡലകാല തീർത്ഥാടനത്തിൽ എൻ്റെ ഉള്ളിൽ ജ്യോതി തെളിഞ്ഞിരിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ വെളിച്ചം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ശരീരബോധത്തിൻ്റെ കറുപ്പ് പിടിച്ച് ഇരുണ്ട ജീവിതത്തിൽ നിന്ന് ആത്മീയമായ വെളിച്ചത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. എൻ്റെ അകക്കണ്ണ്, മൂന്നാം കണ്ണ്, ആത്മനേത്രം തുറന്നിരിക്കുകയാണ്. ഞാൻ എന്നെ യഥാർത്ഥ രൂപത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ദേഹം ദഹിക്കുന്നതാണ്. ഞാൻ ചന്ദനം പോലെ ശീതളമായ, ശാന്തമായ ആത്മീയ ചൈതന്യ പ്രകാശകണികയാണ്. ഞാനൊരു ലൈറ്റാണ്. ദിവ്യമായ ഒരു പ്രകാശം. ഭഗവാന്റെ കുട്ടിയാണ് ഞാൻ. ഓം ശാന്തി.